നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ അവളോട് ശരിക്കും ചോദിച്ചോ? പിന്നല്ലാതെ സഞ്ജയ് ഉപേക്ഷിച്ചിട്ടും മഞ്ജുവിനെ സ്വീകരിക്കാൻ ഗിരി കാണിച്ച മനസ്സ് അവൾക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഗിരിയേട്ടനെ ഭർത്താവായി കിട്ടാൻ അവള് ഭാഗ്യം ചെയ്തു കാണും. ഇതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ? അവൾ എന്താ പറയുന്നത്? അവള് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു. അതറിഞ്ഞാ പോരെ? വെറുതെ എല്ലാ പ്രശ്നങ്ങളും തീരുമ്പോ എന്തിനാ ബഹളം വെക്കുന്നത്? അവക്ക് നിന്നെ ഇഷ്ടമാണ്. ആ, ഇനി ഒട്ടും വൈകിക്കണ്ട. പോയി ഡ്രസ് മാറുക. അല്ല, അമ്മയും സ്വപ്നം എത്തിയില്ല. അവര് ശാലിനിയുടെ കൂടെ എത്തിക്കൂ. അതുവരെ കാത്തു നിൽക്കണ്ട. കല്യാണം നടക്കട്ടെ. അവരെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. നീ കൃത്യസമയമാകുമ്പോ ഒന്ന് താലി കെട്ടിയാ മതി. ഇപ്പൊ എനിക്കൊരു സമാധാനമായി. എന്നാ ഇപ്പൊ നമുക്ക് ചടങ്ങുകളിലേക്ക് കിടക്കാം അല്ലേ ഗോപി? അതെ, അല്ലെങ്കിൽ സമയം പോയി. എന്നാ നിങ്ങൾ പോയി ബാക്കി കാര്യം. സാറേ, മഞ്ജു കല്യാണത്തിന് സമ്മതിച്ചു കേട്ടോ. ഗിരി ഒന്ന് വരോ? എനിക്ക് ഗിരിയോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇയാളിത് എന്തിനുള്ള പുറപ്പാടാണോ? അരവിന്ദാക്ഷൻ സാറിനെ ഇടയ്ക്കിടയ്ക്ക് സത്യസന്ധതയുടെ അസുഖമുണ്ട്. പക്ഷേ 2 വിരട്ടി കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവാറുള്ളതാ. അയാള് ഹരിതയുടെയും സഞ്ജയുടെയും കാര്യം ഗിരിയോടെങ്ങാനും പറയൂ. സഞ്ജയ് ശരിക്കും ഹരിതയെ ഉപദ്രവിച്ചു എന്ന് അവനെങ്ങാനും അറിഞ്ഞാൽ ഗിരി അവനെ കൊല്ലും. അതിന് ഗിരി അരവിന്ദാക്ഷൻ സാറ് പറയുന്ന വാക്ക് കേൾക്കൂ. അവന് കാക്കിട്ടവരെ കണ്ണിനേരെ കണ്ടൂടാ. ഗിരി അയാളെ തല്ലാതിരുന്ന ഭാഗ്യം. ഗിരിക്ക് പോലീസുകാരോടുള്ള പക നാട്ടുകാരെ പോലെ തന്നെ എനിക്കും നന്നായിട്ട് അറിയാം. അതിന് ഗിരിക്ക് തക്കതായ കാരണങ്ങളുണ്ട്. ചെറിയ പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടത് ഒരു മകനും മറക്കാൻ കഴിയില്ല. ഞങ്ങളുടെ സ്റ്റേഷനിൽ വെച്ചാണ് ആ സംഭവം നടന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും വിഷമാണ്. ശങ്കറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഗിരി വിശ്വസിക്കുന്നതിൽ ഞാൻ കുറ്റം പറയില്ല. അതിന്റെ പേരിൽ ഗിരി കാക്കിയിട്ട് എല്ലാവരെയും വെറുത്തോളൂ. പക്ഷേ ആ ദേഷ്യം മഞ്ജുനോട് കാണിക്കരുത്. അവളൊരു പാവം കുട്ടിയാ. കുടുംബത്തിന്റെ പ്രാരാബ്ദം തീർക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ആ യൂണിഫോം ഇട്ടത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പ്രകൃതമാണ് അവളുടേത്. ഇരുട്ടിനെയും പല്ലിയെയും പാറ്റയെയും ഒക്കെ പേടിയുള്ള ഒരു തൊട്ടവാടിയാണ് അവള്. നിന്റെ പകയും വൈരാഗ്യമൊന്നും അവൾക്ക് താങ്ങാൻ കഴിയില്ല. നിനക്ക് മാധവനോട് പകയായിരുന്നെന്ന് എനിക്കറിയാം. പക്ഷെ അയാൾക്ക് നിന്നെ വലിയ കാര്യമായിരുന്നു. നിനക്ക് നല്ലൊരു മനസ്സുണ്ടെന്ന് മാധവൻ എപ്പോഴും പറയാറുണ്ട്. ഞാനും അത് വിശ്വസിക്കുന്നത് കൊണ്ടാ മഞ്ജുനോട് നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ പറഞ്ഞത്. അവളെ നീ ഒരിക്കലും കരയിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അങ്ങനെ ഒരു ഉറപ്പും എനിക്ക് തരാൻ പറ്റില്ല. ഞാൻ നല്ല മനസ്സുള്ളവനാണെന്ന് മാധവൻ സാറ് പറഞ്ഞു. അങ്ങനെ അയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. അല്ലെങ്കിലും എന്നെ കുറിച്ച് അയാൾക്ക് എന്തറിയാം? എന്റെ അച്ഛനെ കൊന്ന കുറ്റബോധത്തിലിരിക്കുമ്പോ എന്നെ കുറിച്ച് പൊക്കി വിട്ട് കാണും. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ മഞ്ജുവിനെ പ്രേമിച്ച് കെട്ടാൻ പോകുന്നൊന്നുമല്ല. ഗോപാൽജി പറഞ്ഞ വാക്ക്, അതുകൊണ്ട് മാത്രമാ ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായത്. അതുകൊണ്ട് അവളുടെ ഇഷ്ടങ്ങൾക്കൊത്ത് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല. അപ്പോ അവൾക്ക് കുറേ കണ്ണീര് കുടിക്കേണ്ടി വരും. അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇനിയും വൈകിട്ടില്ല. വേണമെങ്കിൽ മഞ്ജുവിന്റെ അടുത്ത് ചെന്ന് കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ ഉപദേശിച്ചോ.
ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല മനസ്സുള്ള ഒരാളല്ല. നിങ്ങളുടെ കണ്ണില് ഞാനൊരു ഗുണ്ടയല്ലേ? ഒരു ഗുണ്ടയും പോലീസും സെറ്റ് ആവുമോ സാറേ? ചെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്ക. ഗിരി, നീ ഇപ്പൊ പറയുന്നത് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസുകാരനല്ലേ. മഞ്ജു ഒരു നല്ല കുട്ടിയാണ്. നിന്നെ ധിക്കരിക്കുകയോ ചതിക്കുകയോ ഒന്നും അവൾ ചെയ്യില്ല. അവക്കൊരു അവസരം കൊടുക്കാൻ മാത്രമാണ് ഞാൻ നിന്നോട് ചോദിക്കണത്. അവളെ തുടക്കത്തിൽ തന്നെ വെറുക്കരുത്. അച്ഛനില്ലാത്തൊരു കുട്ടിയാ. അച്ഛനില്ലാത്തൊരു കുട്ടി. എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു സാറേ. എനിക്കും കുടുംബത്തിനും ഒരു കുറവും വരുത്താതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്നൊരു സാധാരണക്കാരൻ. എന്നെ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച ഒരു സാധു മനുഷ്യൻ. ആരെയും ദ്രോഹിക്കാത്ത അദ്ദേഹത്തെ കൊന്ന് കെട്ടിത്തൂക്കി മാധവൻ അടക്കമുള്ള പോലീസുകാര്. വർഷങ്ങളായി ഞാൻ അനുഭവിച്ച വേദന കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടല്ലേ മഞ്ജു അനുഭവിക്കാൻ തുടങ്ങിയത്. ഞാൻ അതിന് അവളോട് സഹതാപം കാണിക്കണമല്ലേ? എന്റെ അച്ഛനെ കൊന്നവന്റെ മോൾക്ക് എന്നെ സ്നേഹിക്കാൻ ഞാനൊരു അവസരം കൊടുക്കണമല്ലേ? സാറിന് ഇതൊക്കെ ചോദിക്കാൻ നാണമില്ലേ? അവളോട് ഞാൻ ക്ഷമിക്കണമെങ്കിൽ ഒന്നുകിൽ ഞാൻ എല്ലാം മറക്കണം, അല്ലെങ്കിൽ മരിക്കണം. അതില് രണ്ടാമത്തത് മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. ശാലിനി, എന്താ സ്വപ്ന? ശാലിനി ഇല്ലാതെ സഞ്ജയുടെ കല്യാണം ഗോപാൽജി നടത്തുവോ? ഏയ്, മുഹൂർത്താവാൻ ഇനി സമയമുണ്ടല്ലോ. എന്താണെന്ന് അറിയില്ല. എനിക്ക് അമ്പലത്തിൽ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഗോപാൽജി ആക്സിഡന്റിനെ പറ്റി ഏട്ടനെ അറിയിക്കാതെ ശാലിനി ഇങ്ങോട്ട് പറഞ്ഞു വിടുവോ? ഞാൻ പറഞ്ഞില്ലേ, അതച്ഛൻ ആന്റിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു അവസരം ഒരുക്കി തന്നതാ. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു അച്ഛൻ മകളുടെ പ്രണയത്തിന് വേണ്ടി ചെയ്യോ? എനിക്കിതൊക്കെ കാണുമ്പോ ചില സിനിമകളിൽ നന്മമരം കളിച്ച് നടക്കുന്ന വില്ലന്മാരെ ഓർമ്മ വരുന്നത്. എന്റെ അച്ഛൻ വില്ലനാണെന്നാണോ നീ പറയുന്നത്? പെൺമക്കളുടെ കാര്യത്തിലെ എല്ലാ അച്ഛന്മാരും വില്ലന്മാരാണ് ശാലിനി. അവരുടെയും കുടുംബത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ടത് പെൺകുട്ടികളാണെന്നാണ് അച്ഛന്മാരുടെ ധാരണ. പക്ഷെ ആൺമക്കൾക്ക് എന്തു ആവാം. എന്റെ അച്ഛൻ അങ്ങനെയല്ല. ആണോ? എന്നിട്ടെന്താ ഇത്രയും കാലമായിട്ടും നിങ്ങളുടെ വിവാഹക്കാര്യം ഞങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിക്കാത്തത്? ഞങ്ങളോട് സംസാരിക്കാത്തത് പോട്ടെ, ഗിരിയേട്ടനോട് പോലും ഗോപാൽജി ഇന്നേ വരെ ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അത് മഞ്ജുനെയും ഗിരിയും ചേർത്ത് നാട്ടുകാരുണ്ടാക്കുന്ന കഥകള് പേടിച്ചാ? ഈ കല്യാണം കഴിഞ്ഞാ അവരെ ചേർത്ത് ആരും ഒന്നും പറയില്ല. പറയാനുള്ളവര് എപ്പോഴാണെങ്കിലും പറയും. ഗിരിയേട്ടനോട് മാത്രം സംസാരിക്കുന്നതിന് അതൊരു തടസ്സമല്ലല്ലോ. അതൊന്നും ഒരു കാരണമല്ല. ഗോപാൽജി ചെയ്യുന്ന കാര്യങ്ങളിൽ മൊത്തത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ ഗിരിയേട്ടനൊന്ന് വിളിച്ചു നോക്ക്. കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, എന്തോ പ്രശ്നമുണ്ട്. നീ വാ. മതി ആന്റി, നമുക്ക് പോവാം. അതൊന്നും പറ്റില്ല. ഡോക്ടർ പറയാതെ ഒന്നും നടക്കില്ല. പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചതല്ല, പോവാന്നാ പറഞ്ഞത്. കാശ് എത്രയെന്ന് ചോദിച്ചാ മതി, തരും. കൂടുതൽ ഷോ കാണിച്ചോ? ബില്ല് താഴെ ചോദിച്ചാ മതി, തരും. ആന്റി, ഞാൻ ബില്ലടച്ചിട്ട് വരാം. എന്താ ഡോക്ടറെ? മോളും ഭാനുമതി അമ്മയും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. താൻ എന്താ അവരെ തടയാതിരുന്നത്? ഞാനത്
തന്നെയൊക്കെ ഒരു പണി ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാ മതി.